ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ ടോപ്പിക്ക് കെരാട്ടോസിസ് പൈലാരിസ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ചിക്കൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുണ്ടാവും. നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഭാഗത്ത്, അതേപോലെ തൈസിൽ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബംസ് പോലെ, റഫായിട്ടുള്ള ബംസ് പോലെ ഉണ്ടാവും. അതിനെയാണ് ഈ കെരാട്ടോസിസ് പൈലാരിസ് എന്ന് പറയുന്നത്. അത് മെയിൻലി കെരട്ടിൻ പൈലപ്പ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഫോളിക്കിൾസിൻ്റെ ശരിക്കുള്ള ഹെയർ ഫോളിക്കിൾസ് വരുന്ന ആ സ്ഥലത്ത് അതിൽ ഇങ്ങനെ കെരട്ടിൻ ബിൽഡപ്പ് ചെയ്തിട്ട് റഫ് സ്കിന്നായിട്ട് മാറുന്നതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം മെയിൻലി അത് കംപ്ലീറ്റ്ലി നമുക്ക് എപ്പോഴും ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അതാണ് മെയിൻലി നമ്മൾ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റഫ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അതാണ് ചെയ്യണത്. അപ്പോൾ അതിന് പറ്റിയ 2 പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് സെറാവിയുടെ SA ക്ലെൻസർ, സാലിസിലിക് ആസിഡ് ഹൈലറോണിക് ക്ലെൻസർ ആണിത്. ഇതൊരു മൈൽഡ് പീലിംഗ് ആണ്, അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ ആണ്, ഡീപ്പ് ഹൈഡ്രേറ്റ് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ലിപ്പിഡ് കണ്ടന്റ് റിപ്ലനിഷ് ചെയ്യും. ഇത് 10% യൂറിയ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ റഫ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്ലനിഷ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതൊരു നല്ല ചോയ്സാണ്. എനി പ്രോഡക്റ്റ് യൂറിയ 10% അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഈ ഒരു കണ്ടീഷന് വളരെ ആപ്റ്റാണ്. ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർ, വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്കിന്ന്, ഡ്രൈ സ്കിൻ വരുന്നവരൊക്കെ ഈ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ എഫക്റ്റീവാണ്. സോ ചിക്കൻ സ്കിന്ന് 10% യൂറിയ, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് കോമ്പിനേഷനുള്ള എന്ത് പ്രൊഡക്റ്റും നല്ല എഫക്റ്റീവായിട്ട് വർക്കാവും.